പ്രിയമുള്ള കുട്ടികളെ, നമ്മൾ കഴിഞ്ഞ വർഷം, അതായത് 2020-2021 കാലഘട്ടങ്ങളിലായി ഓൺലൈനായി കുറച്ച് കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായി. ടെക്നിക്കലി നമ്മൾ +1 സിലബസ് എന്ന് പറയുന്ന ഒരു സിലബസ് നമ്മൾ കവർ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ഫിസിക്സിലെ വളരെ അടിസ്ഥാനപരമായ ചില നിയമങ്ങളും ചില കൺസെപ്റ്റുകളും ഉൾക്കൊള്ളുന്ന ഒരു ഭാഗമാണ് നമ്മൾ +1 കവർ ചെയ്തത്. ഇനി നമ്മൾ കുറച്ചുകൂടി മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. വളരെ ഫിസിക്കലായിരുന്ന പ്രഷർ, ടെമ്പറേച്ചർ, വോളിയം അല്ലേ, അതെല്ലാം ഡീൽ ചെയ്യുന്ന തെർമോഡൈനാമിക്സ്, അതുപോലെ ഗ്രാവിറ്റേഷൻ, ഗ്രാവിറ്റി, സോളാർ സിസ്റ്റം എല്ലാം ഉൾപ്പെടുന്ന ഒരു ഭാഗം, അതുപോലെ തന്നെ മോഷൻ, ഫോഴ്സ്, മൊമെൻറ്റം തുടങ്ങിയ ഫണ്ടമെൻ്റൽസ് ഫോഴ്സസുമായി ബന്ധപ്പെട്ട ഒരു ഭാഗം, പിന്നെ ഓസിലേഷൻ, വേവ് തുടങ്ങിയ എനർജി ട്രാൻസ്ഫറുമായി ബന്ധപ്പെട്ട മറ്റൊരു ഭാഗം. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ് നമ്മൾ +1 പഠിച്ചത്. ഇനി കുറച്ചുകൂടി വൈഡായിട്ടുള്ള കോൺസെപ്റ്റുകൾ നമ്മൾ +2 സിലബസിൽ പഠിക്കുകയാണ്. അപ്പോൾ +2 സിലബസിനെ സംബന്ധിച്ച് +2 സിലബസ് കമ്പാരിറ്റീവ്ലി എളുപ്പമാണ്. +1 കൺസെപ്റ്റുകൾ മനസ്സിലാകാൻ കുറച്ചുകൂടി എളുപ്പമാണ് എന്തിലുള്ളത്, ഈ +2 +2 ഇപ്പോൾ നമ്മൾ ആദ്യമായി പഠിക്കുന്നത് ഇലക്ട്രിക് ചാർജസുമായി ബന്ധപ്പെട്ട്, കറണ്ട്, ഇലക്ട്രിസിറ്റി, ചാർജ്, അതുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഭാഗമാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. രണ്ടാമതായിട്ട് മാഗ്നറ്റിസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിക്കുന്നു. മൂന്നാമതായി ഓപ്റ്റിക്സ്, ലൈറ്റിനെ റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പഠിക്കുന്നു. നാലാമതായി ഇലക്ട്രോണിക്സ്, ഒരല്പം ഇലക്ട്രോണിക്സും കൂടി നമ്മൾ പഠിക്കും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ +2 സിലബസിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ ഒന്നാമത്തെ ചാപ്റ്റർ ഇലക്ട്രിക് ചാർജിനെ കുറിച്ചും ഇലക്ട്രിക് ഫോഴ്സിനെ കുറിച്ചും ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ചും. ഇലക്ട്രിക് ചാർജ്, ഇലക്ട്രിക് എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇലക്ട്രിക്കിൻ്റെ ഒരു ബേസിക് 2 അറ്റങ്ങളാണ്, 2 പോൾസിനെയാണ് നമ്മൾ സത്യത്തിൽ എന്ത് പറയുന്നത്, ഇലക്ട്രിക് എന്ന് പറയുന്നത്. ഒരു പോസിറ്റീവ് പോളും ഒരു നെഗറ്റീവ് പോളും. ഒരു പോസിറ്റീവായ ഒരു പൊളാരിറ്റി ഉണ്ടായിരിക്കാം, നെഗറ്റീവായ ഒരു പൊളാരിറ്റി ഉണ്ടായിരിക്കാം. ഇതിൻ്റെ ക്യാരക്ടേഴ്സ് എന്തുമാവാം. ഏത് ക്യാരക്ടേഴ്സ് ആണെങ്കിലും ഒരു കാര്യം ഇലക്ട്രിക് ആവണം എന്നുണ്ടെങ്കിൽ അതിനെന്തുണ്ടായിരിക്കണം, 2 പൊളാരിറ്റി ഉണ്ടായിരിക്കണം. ഒരു പോസിറ്റീവ് പൊളാരിറ്റി ഉണ്ടായിരിക്കണം, ഒരു നെഗറ്റീവ് പൊളാരിറ്റി ഉണ്ടായിരിക്കണം. ഇപ്പോൾ നമ്മൾ ബേസിക്കായി പഠിക്കുന്ന ഫണ്ടമെൻ്റൽ ലോസിലൊക്കെ വരുന്ന ചില മിസ്റ്റേക്സ്, അതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹയർ സ്റ്റഡീസിലും നിങ്ങളുടെ തന്നെ റിസർച്ചുകളിലും എന്ത് ചെയ്യണം, തിരുത്തേണ്ടതായിട്ട് വരും. അപ്പോൾ ഇലക്ട്രിക് ആയിരിക്കുക എന്ന് പറയുന്നത്, ഇലക്ട്രിക് ആയിരിക്കണമെങ്കിൽ, ഒരു വസ്തു ഇലക്ട്രിക് ആയിരിക്കണമെങ്കിൽ അതിലെന്തുണ്ടായിരിക്കണം, ഒരു പോസിറ്റീവ് പൊളാരിറ്റി ഉണ്ടായിരിക്കണം, ഒരു നെഗറ്റീവ് പൊളാരിറ്റി ഉണ്ടായിരിക്കണം. നമ്മൾ സാധാരണ ബേസിക് പഠിക്കുന്നത് ഒരു ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ഇലക്ട്രോൺസ്, പ്രോട്ടോൺസ്, ആറ്റത്തിൻ്റെ സെൻറ്ററിൽ അതിൻ്റെ ന്യൂക്ലിയസ്, ആ ന്യൂക്ലിയസിൽ എന്തുണ്ടായിരിക്കും, ന്യൂട്രോൺസും പ്രോട്ടോൺസും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അതിന് ചുറ്റുഭാഗത്തും ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. പ്രോട്ടോൺസിൻ്റെയും ഇലക്ട്രോൺസിൻ്റെയും എണ്ണം സെയിം ആയിരിക്കും. അതുപോലെ പ്രോട്ടോൺസ് ന്യൂക്ലിയസിൽ നിൽക്കുന്നത് കൊണ്ട് അത് വളരെ സ്ട്രിക്ട്ലി, സ്ട്രോങ്ലി ബൗണ്ടഡ് ആണ്. പക്ഷേ ഇലക്ട്രോൺസ് അങ്ങനെയല്ല, ഫ്രീ ടു മൂവ് ആണ്. ഇലക്ട്രോൺസ് ഒരു ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ചാർജ് എന്ന് വിളിക്കുന്നത്. അതിൻ്റെ ടൈം റേറ്റാണ് കറണ്ട്. അങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. പക്ഷെ അത് അങ്ങനെയും അല്ല എന്ന തരത്തിലുള്ള തിയറികളുണ്ട്. ഇലക്ട്രോൺസ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന തരത്തിലുള്ള തിയറികളുണ്ട്. അപ്പോൾ ഞാൻ നിങ്ങളെ ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമ്മുടെ സിലബസ് പ്രകാരമുള്ള ഒരു ടെക്സ്റ്റാണ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ടെക്സ്റ്റിലുള്ള കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത് എന്നാണ്.
അപ്പോൾ പുറത്ത് പാരലായിട്ട് സയൻസിൻ്റെ സ്റ്റഡികളെ കുറിച്ച് നമ്മൾ പറയാൻ കഴിഞ്ഞാൽ നമ്മുടെ ടെക്സ്റ്റ് പഠിക്കൽ എന്താവും, നമ്മൾ വളരെ പിന്നാക്കം പോകും. അപ്പോൾ ഇവിടെ നമ്മൾ ടെക്സ്റ്റ് വൈസ് ആയിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ ഇവിടെ ആദ്യം ആറ്റം എന്ന ഒരു കൺസെപ്റ്റ്, ആറ്റം അല്ലെ, ഒരു വസ്തുവിൻ്റെ ഏറ്റവും ചെറിയ ആ ഒരു പാർട്ടിക്കിളിനാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. അപ്പോൾ ആറ്റത്തിന് ഒരു സെൻറ്റർ ഉണ്ടായിരിക്കും. ഈ സെൻറ്ററിൽ എന്തുണ്ടായിരിക്കും, ന്യൂട്രോൺസ് എന്ന കണങ്ങളുണ്ടായിരിക്കും, ന്യൂട്രോൺസ്. അതുപോലെ പ്രോട്ടോൺസ് എന്ന കണങ്ങളുണ്ടായിരിക്കും. ഇതിനെ ചുറ്റി സറൗണ്ട് ചെയ്തിട്ട് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും, ഇലക്ട്രോൺസ്. അപ്പോൾ ഇതാണ് ഇത് ഒരു ആറ്റത്തിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ. സെൻറ്ററിൽ ന്യൂട്രോൺസും പ്രോട്ടോൺസും അടങ്ങിയ ന്യൂക്ലിയസ്, ചുറ്റുഭാഗത്ത് നിന്നുണ്ടായിരിക്കും ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഇലക്ട്രോൺസ് ഇതിൽ ഇപ്പോൾ 4 ഇലക്ട്രോൺസ് ആണ് ഇവിടെ ഉള്ളത് അല്ലേ, 1 2 3 4 4 ഇലക്ട്രോൺസ് ഉണ്ട്. എത്ര ഇലക്ട്രോൺസ് ഉണ്ടോ അത്രയും പ്രോട്ടോൺസ് ഉണ്ടായിരിക്കും. അപ്പോൾ 4 പ്രോട്ടോൺസ് ഉണ്ടായിരിക്കും. ഇതാണിപ്പോൾ ഒരു സ്ട്രക്ചർ. ഇതിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ലോസ് ആയി എന്ന് വിചാരിക്കാം, ഒരു ഇലക്ട്രോൺ മൈനസ് ആയി അല്ലേ, മൈനസ് ആയി കഴിഞ്ഞാൽ സംഭവിക്കും -1 ഇലക്ട്രോൺ ആയിക്കഴിഞ്ഞാൽ ഇത് എത്ര ആവും, 3 ഇലക്ട്രോൺസും ഇവിടെ എത്ര ആവും, 4 പ്രോട്ടോൺസ് ആവും. അപ്പോൾ ഇവിടെ എന്താണ് കൂടുതൽ, പ്രോട്ടോൺസിൻ്റെ എണ്ണം അല്ലേ. ഇവിടെ 3 ഇലക്ട്രോൺസും 4 പ്രോട്ടോൺസും. അപ്പോൾ പ്രോട്ടോൺസിൻ്റെ എണ്ണം കൂടുതലാണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ പോസിറ്റീവ് ചാർജ് എന്ന് വിളിക്കും. ഇനി മറ്റൊരു കേസ്, ഇലക്ട്രോൺസ് മറ്റൊരു ആറ്റത്തിൽ നിന്ന് ഇതിലേക്ക് ഇങ്ങോട്ട് വരികയാണ് വിചാരിക്കുക. അപ്പോൾ എന്തായി, 5 ഇലക്ട്രോൺസും അതുപോലെ 4 പ്രോട്ടോൺസും ആയി. ഇവിടെ എന്താണ് കൂടുതൽ, ഇലക്ട്രോൺ ആണ് കൂടുതൽ. അതുകൊണ്ട് അതെന്താണ്, അത് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ ഈ ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആസ് പെർ ടെക്സ്റ്റ് പ്രോട്ടോൺസിൻ്റെയും ഇലക്ട്രോൺസിൻ്റെയും എണ്ണം ഒരു ആറ്റത്തിൽ എന്തായിരിക്കും, സെയിം ആയിരിക്കും, ഒരു ആറ്റത്തിൽ സെയിം ആയിരിക്കും. അപ്പോൾ ഇതിൽ ഇലക്ട്രോൺസ് ഫ്രീ ടു മൂവ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു ആറ്റത്തിൽ നിന്ന് മറ്റൊരു ആറ്റത്തിലേക്ക് ഇലക്ട്രോൺസ് വരാനും സാധ്യതയുണ്ട്. അതുപോലെ ഒരു ആറ്റത്തിൽ നിന്ന് ഇലക്ട്രോൺസ് മറ്റൊരു ആറ്റത്തിലേക്ക് അങ്ങോട്ട് പോകാനും സാധ്യതയുണ്ട്. അപ്പോൾ ഇലക്ട്രോൺസിൻ്റെ എണ്ണം കൂടുതലാണെങ്കിൽ ആ കണ്ടീഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെഗറ്റീവ് ചാർജ്. പ്രോട്ടോൺസിൻ്റെ എണ്ണമാണ് കൂടുതലെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, പോസിറ്റീവ് ചാർജ്. അപ്പോൾ സത്യത്തിൽ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് 2 പോൾസ് തമ്മിലുള്ള ഒരു അലിഗേഷനെയാണ് നമ്മൾ സത്യത്തിൽ എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആ പോൾസ് ക്രിയേറ്റ് ആവാനുള്ള ഒരു കാരണം പോലെ നമ്മൾ പഠിച്ചു വെക്കുന്നതാണ് എന്ത്, ഈ പ്രോട്ടോൺ ഇലക്ട്രോൺ വ്യത്യാസം. പ്രോട്ടോണിൻ്റെ നമ്പർ ഓഫ് പ്രോട്ടോൺസും നമ്പർ ഓഫ് ഇലക്ട്രോൺസും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മളിവിടെ പോസിറ്റീവ് ചാർജ് എന്നും നെഗറ്റീവ് ചാർജ് എന്നും വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ചാർജിൻ്റെ ട്രാൻസ്ഫർ, ഇപ്പോൾ ചാർജ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാനിങ്ങനെ ഈ കൈകൾ രണ്ടും കൂട്ടി എഴുതിയാൽ പോലും എന്ത് ചെയ്യുന്നുണ്ട്, എൻ്റെ ഈ കൈകൾ എന്താകുന്നുണ്ട്, ചൂടാകുന്നുണ്ട് അല്ലേ. ഞാനിവിടെ ഒരു വർക്ക് ചെയ്യാൻ കൈകൾ ഇങ്ങനെ ഉരസിയിട്ട് ഒരു വർക്ക് ചെയ്യുന്നു. ആ വർക്ക് എന്തായി മാറുന്നു, അതൊരു എനർജി ആയിട്ട് ആ വർക്കിൽ നിന്ന് എന്തുണ്ടാകുന്നു, ആ വർക്കിൽ നിന്ന് ഒരു റിസൾട്ട് ഉണ്ടാകും. ആ റിസൾട്ടിൻ്റെ ഭാഗമായിട്ട് ഒരു കൈയിൽ നിന്നുള്ള ഇലക്ട്രോൺസ് മറ്റേ കൈകളിലേക്ക് വിട്ടുകിടക്കണം. അപ്പോൾ ഒരു കൈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും, ഒരു കൈ എന്തായിരിക്കും, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിരിക്കും. അപ്പോൾ ഈ ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ചാർജ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു സെക്കൻഡിൽ എത്ര ഇലക്ട്രോൺസ് മൂവ് ചെയ്തു, അതിന് നമുക്ക് എന്ത് വിളിക്കാം, അതിന് നമുക്ക് കറണ്ട് എന്ന് വിളിക്കാം. ആ ഒരു റേറ്റിനെ, ഒരു സെക്കൻഡിൽ എത്ര ഇലക്ട്രോൺസ് ആണ് മൂവ് ചെയ്തത്, അല്ലെങ്കിൽ എത്ര ചാർജാണ് ഫ്ലോ ചെയ്തത്, അതിനെ നമ്മൾ എന്ത് വിളിക്കുന്നു, കറണ്ട് എന്ന് വിളിക്കുന്നു. ഇനി മറ്റൊരു കാര്യമുള്ളത്, ഇലക്ട്രോണിൻ്റെ ചാർജിനെ നമ്മൾ മെഷർ ചെയ്യുന്നത് കൂളോം എന്നൊരു യൂണിറ്റിലാണ്. കൂളോം അല്ലേ, കൂളോം എന്ന യൂണിറ്റിലാണ്. നമ്മളിപ്പോൾ മാസിനെ മെഷർ ചെയ്യുന്നത് കിലോഗ്രാം എന്ന യൂണിറ്റിലാണ്. അതുപോലെ തന്നെ ഇലക്ട്രോൺസിൻ്റെ യൂണിറ്റ്, ചാർജിൻ്റെ യൂണിറ്റ് കൂളോമാണ്. ചാർജിൻ്റെ യൂണിറ്റ് ഏതാണ്, കൂളോം എന്ന യൂണിറ്റാണ് ചാർജിന് ഉപയോഗിക്കുന്നത്. അതിൻ്റെ ലെറ്റർ സി ആണ്. അപ്പോൾ ഒരു ഇലക്ട്രോണിന് എത്ര ചാർജ് ഉണ്ട് എന്നുള്ളതാണ്. ഒരു ഇലക്ട്രോണിൻ്റെ ചാർജിനെ നമ്മൾ ഇ എന്നാണ് എന്ത് ചെയ്യുന്നത്, മാർക്ക് ചെയ്യുന്നത്. അത് 1.6 × 10⁻⁻19 കൂളോമാണ്. 1.6 × 10⁻⁻19 കൂളോമാണ് ഒരു ഇലക്ട്രോണിൻ്റെ ചാർജ്.
ഒരു ഇലക്ട്രോണിന്റെ ചാർജ് 1.6 ഇൻറ്റു 10⁻⁻19 കൂളോം. അതായത് 16 കഴിഞ്ഞിട്ട് പോയിന്റ് കഴിഞ്ഞിട്ട് 19 0 എന്നിട്ട് 16, അത്രയും ചെറിയ സംഖ്യയാണ് എന്ത് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1.6 ഇൻറ്റു 10⁻⁻19 കൂളോമാണ് ഒരു ഇലക്ട്രോണിന്റെ ചാർജ്. നമ്മളിവിടെ പറഞ്ഞൊരു കാര്യം എന്താണ്, ഇവിടെ ഇലക്ട്രോൺസിന്റെ എണ്ണത്തിൽ വരുന്ന വ്യത്യാസമാണല്ലോ ചാർജ്. ഇലക്ട്രോൺസിന്റെ എണ്ണം, അപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ 4 ഇലക്ട്രോൺസും 4 പ്രോട്ടോൺസും ഉണ്ടായിരുന്ന ഒരു ആറ്റായിരുന്നു. ഈ 4 ഇലക്ട്രോൺസിൽ നിന്ന് ഒരു ഇലക്ട്രോൺ പുറത്തു പോയപ്പോൾ എത്രയായി? 3 ഇലക്ട്രോണും 4 പ്രോട്ടോണും ആയി. അപ്പൊ ഇവിടെ എന്ത് വ്യത്യാസം വന്നിട്ടുള്ളത്? ഒരു ഇലക്ട്രോണിന്റെ വ്യത്യാസമാണ് വന്നിട്ടുള്ളത് അല്ലെ, ഒരു ഇലക്ട്രോണിന്റെ കുറവാണ്. ഒരു ഇലക്ട്രോണിന്റെ കുറവായതുകൊണ്ട് തന്നെ ഇലക്ട്രോൺ ലോസ് ആയതുകൊണ്ട് അത് പോസിറ്റീവ് ചാർജാണ്. ഇലക്ട്രോൺ ലോസ് എപ്പോഴും എന്താണ്? പോസിറ്റീവ് ചാർജാണ്. ഇലക്ട്രോൺ ലോസ് ഈക്വൽ ടു പോസിറ്റീവ് ചാർജ്. ഇലക്ട്രോൺ ലോസ് പോസിറ്റീവ് ചാർജാണ്. ഇവിടെ എത്ര ഇലക്ട്രോൺ ലോസ് ആയിട്ടുള്ളത്? ഒരു ഇലക്ട്രോൺ ആണ് ലോസ് ആയിട്ടുള്ളത്. ഒരു ഇലക്ട്രോൺ ലോസ് ആയി. അപ്പോൾ അതുകൊണ്ട് അവിടെ വന്ന ചാർജിന്റെ ക്യാരക്ടർ അത് പോസിറ്റീവ് ആണ്. എത്ര ഇലക്ട്രോൺ കൊണ്ടുള്ള ചാർജാണ്? ഒരു ഇലക്ട്രോൺ കൊണ്ടുള്ള പോസിറ്റീവ് ചാർജാണ് ഇവിടെ ഉള്ളത്. ഒരു ഇലക്ട്രോൺ കൊണ്ടുള്ള ചാർജ് എത്രയാണ്? 1.6 ഇൻറ്റു 10⁻⁻19 കൂളോം ആണ്. 1.6 ഇൻറ്റു 10⁻⁻19 കൂളോം ഒരു ഇലക്ട്രോൺ ലോസ് ആകുമ്പോൾ ഉണ്ടാകുന്ന ചാർജാണ്. ഒരു ഇലക്ട്രോൺ ലോസ് ആകുമ്പോൾ ഉണ്ടാകുന്ന ചാർജാണ് 1.6 ഇൻറ്റു 10⁻⁻19. അത് ലോസ് ആണ്, അതുകൊണ്ട് പോസിറ്റീവ് ആണ്. അതായത് ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ഇവിടെ ഈ ഒരു കേസിൽ ഇലക്ട്രോണിന്റെ ചാർജ് എത്രയാണ്? പ്ലസ് 1.6 ഇൻറ്റു 10⁻⁻19 കൂളോമാണ്. ഇനി അടുത്ത എക്സാമ്പിൾ ആണെങ്കിലോ, ഇവിടെ ഒരു ഇലക്ട്രോൺ കൂടുതലാണ്, അതുകൊണ്ട് അതെന്തായിരിക്കും? അത് നെഗറ്റീവ് ചാർജ് ആയിരിക്കും. ഒരു ഇലക്ട്രോൺ കൊണ്ടുള്ള ചാർജ് 1.6 ഇൻറ്റു 10⁻⁻19 കൂളോം തന്നെ. സെയിം നെഗറ്റീവ്, ഒന്നെന്താണ്? ഒന്ന് പോസിറ്റീവ് ആണ്, ഒന്ന് നെഗറ്റീവ് ആണ്. അപ്പം ഇനി 2 ഇലക്ട്രോണിന്റെ വ്യത്യാസം വന്നാലോ? 2 ഇലക്ട്രോണിന്റെ വ്യത്യാസം വന്നാൽ ആ ചാർജ് എത്ര ആയിരിക്കും? ഇപ്പോൾ ഒരു ഇലക്ട്രോണിന്റെ വ്യത്യാസം വന്നാൽ ആ ചാർജ് 1.6 ഇൻറ്റു 10⁻⁻19 ആണ്. ഇപ്പോൾ 2 ഇലക്ട്രോണിന്റെ വ്യത്യാസം വന്നാൽ അത് എത്ര ആയിരിക്കും? 2 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 കൂളോം. ഇനി 4 ഇലക്ട്രോൺസിന്റെ വ്യത്യാസം വന്നു, 5 ഇലക്ട്രോൺസിന്റെ വ്യത്യാസം വന്നാൽ അതെന്തായിരിക്കും? 5 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 ആയിരിക്കും. ഇതുണ്ടോ ഈ ഇലക്ട്രോണിന്റെ ബേസിക് ചാർജ് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നുണ്ടോ? കാരണം എന്താണ്? അവർ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇലക്ട്രോണിന്റെ വ്യത്യാസം കാരണമാണ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസിൽ വരുന്ന വ്യത്യാസം കാരണമാണ്. ഈ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, ഒരു ഇലക്ട്രോണിന്റെ ചാർജ് എന്താണോ അതിൻ്റെ 2 ആണ് എന്ത്? 2 ഇലക്ട്രോണിന്റെ ചാർജ്. 10 ഇലക്ട്രോണിന്റെ ചാർജ് പറഞ്ഞാൽ എന്താ? 10 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19 കൂളോം. അപ്പൊ ചാർജസ് എപ്പോഴും എന്തായിരിക്കും? ഈ 1.6 ഇൻറ്റു 10⁻⁻19 അതിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ടാണ് വരിക. ഇവിടെ വേണ്ട 1 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19, 2 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19, 5 ഇൻറ്റു 1.6 ഇൻറ്റു 10⁻⁻19. ഇങ്ങനെ ഓരോ ചാർജസും എപ്പോഴും 1.6 ഇൻറ്റു 10⁻⁻19 എന്ന ബേസിക് ചാർജിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമാണ് ഉണ്ടായിരിക്കുക. ഓൾ ചാർജസ് ആർ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് എ ബേസിക് ചാർജ്. ഓൾ ചാർജസ് ആർ ഇന്റഗ്രൽ മൾട്ടിപ്പിൾസ് ഓഫ് എ ബേസിക് ചാർജ്. അതിനെയാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. ക്വാണ്ടൈസേഷൻ അല്ലെ, 1.6 ഇൻറ്റു 10⁻⁻19 എന്ന ബേസിക് ചാർജിന്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമാണ് ഇതുണ്ടായിരിക്കുള്ളൂ യൂണിവേഴ്സിൽ ചാർജ് എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ. അതിനാണ് നമ്മൾ ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. ദെൻ ക്വാണ്ടൈസേഷൻ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ്, ഒന്നുകിൽ പോസിറ്റീവ് ചാർജ് ആയിരിക്കാം അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ് ആയിരിക്കാം. ക്വാണ്ടൈസേഷൻ അതായത് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത് അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ചാർജ് ഈക്വൽ ടു, ചാർജ് എന്ന് പറയുന്നത് എന്താണ്? ഒന്നുകിൽ പോസിറ്റീവ് ആയിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ഇൻറ്റു നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു ചാർജ് ഓഫ് ഇലക്ട്രോൺസ്. നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഇൻറ്റു ചാർജ് ഓഫ് ഇലക്ട്രോൺ. Q equal to plus or minus NE. Q equal to plus or minus NE, where Q is the total charge and N is the
number of charges and E is the charge of electron. And what is charge of electron? It is 1.6 into 10 raised to minus 19 coulomb. എപ്പോഴും 1.6 into 10 raised to minus 19 coulomb ഇതിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട്, അതായത് ഒന്നുകിൽ 1 into 1.6 അല്ലെങ്കിൽ 2 into 1.6 into 10 raised to minus 19, ഇങ്ങനെ ഈ ഒരു ബേസിക് ചാർജിൻ്റെ മൾട്ടിപ്പിൾസ് ആയിട്ട് മാത്രമാണ് എന്തുണ്ടായിരിക്കുള്ളൂ, ചാർജുകൾ എക്സിസ്റ്റ് ചെയ്യുകയുള്ളൂ. അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം. ബാക്കി കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.